മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോമിനേഷൻ ടാസ്ക് തന്നെയാണ്. അനുമോൾ നോമിനേറ്റ് ചെയ്തത് 2 പേരെയാണ്. ഒന്നാമതായിട്ട് സാബുമാനെയും രണ്ടാമത്തത് ലക്ഷ്മിനെയാണ് നോമിനേറ്റ് ചെയ്തത്. 2 പേരും അവരവരുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്യാരക്ടേഴ്സാണ്. പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിൽ തുടർന്ന് പോകാൻ ഒട്ടും യോഗ്യതയില്ല. 2 പേരും ഒട്ടും ആക്റ്റീവ് അല്ല, നല്ല ഗെയിമേഴ്സ് അല്ല, അവരുടേതായ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഇപ്പോൾ ഇങ്ങനെ നോമിനേഷൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവർ അഭിപ്രായം പറയുള്ളൂ. 2 പേരും ആ സമയത്ത് മാത്രമാണ് സംസാരിക്കാറുള്ളൂ. അല്ലാതെ ഈ 15 പേരിൽ 13 പേരും ആക്റ്റീവാണ്, പക്ഷേ ഇവർ 2 പേരും ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവർ 2 പേരെന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത്. നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിരുന്നു. അങ്ങനെ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നിനെ, അഭിലാഷിനെ. ജിസേൽ നോമിനേറ്റ് ചെയ്തത് അഭിലാഷ്, ബിന്നി. നെവിൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ്, ആദില. അനീഷ് നോമിനേറ്റ് ചെയ്തത് ആദില, ലക്ഷ്മി. ആദില നോമിനേറ്റ് ചെയ്തത് ജിഷൻ, അനീഷ്. ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ജിഷനെയും. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനീഷ്, ബിന്നി. അക്ബർ നോമിനേറ്റ് ചെയ്തത് ജിഷിനെയും അനീഷിനെയും. സാബുമാൻ നോമിനേറ്റ് ചെയ്തത് ജിഷിനെയും അനീഷിനെയും. ബിന്നി നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ആര്യനെയും. ഒനീൽ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും ജിഷിനെയും. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആര്യനെയും ലക്ഷ്മിയെയും. ജിഷിൻ നോമിനേറ്റ് ചെയ്തത് സാബുമാനെയും അനുമോളെയാണ്. അങ്ങനെ നോമിനേഷനിൽ ഈ ആഴ്ച വന്നിട്ടുള്ളത് നൂറയുടെ ഡയറക്റ്റ് നോമിനേഷനിലൂടെ അക്ബറും, 2 വോട്ടുകൾ വീതം ആര്യൻ, ജിസേൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ്. 3 വോട്ടുകൾ ലഭിച്ചുകൊണ്ട് ലക്ഷ്മി, ബിന്നി. 4 വോട്ടുകൾ ലഭിച്ചുകൊണ്ട് അനീഷ്. 5 വോട്ടുകൾ ലഭിച്ചുകൊണ്ട് ജിഷിൻ.